നമസ്കാരം. ഓൺലൈൻ തട്ടിപ്പ്, ഓൺലൈൻ മണി ചെയിൻ തട്ടിപ്പ്, ഇതെല്ലാവരും കേട്ട് തഴമ്പിച്ച ഒരു ഇത് തന്നെയാണ്. കാരണം മണി ചെയിൻ തട്ടിപ്പ് എന്ന് പറയുന്നത് കാലാകാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തന്നെയാണ്. പലതരം കമ്പനിന്റെ പേരിൽ ഓരോരുത്തർ പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ സാധനങ്ങൾ മേടിച്ച് അവരെ പങ്കാളികളാക്കി, പിന്നെ അവരെ ഓരോരുത്തരെ ചേർത്തി അവരിൽ നിന്ന് കമ്മീഷൻ മേടിച്ച് ഇതിന്ന് പെട്ടെന്നൊരു ലാഭം ഉണ്ടാക്കിയിട്ട് അതിന് പൊക്കത്തുള്ള ഒറ്റ മുങ്ങുന്ന പരിപാടികളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതിൽ ഇന്നും പതിവ് തെറ്റാണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഈ മലയാളികൾ ഉൾപ്പെടുന്ന ആ ഒരു മണി ചെയിൻ ശൃംഖല. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് ഇതിൽ കുറച്ച് മലയാളികൾ എന്ന് പറയാം. അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങൾക്ക് കോടീശ്വരനാകാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ നേട്ടം ഉണ്ടാക്കാം. ഓട്ടോമാറ്റിക് ഉണ്ടാക്കുന്നവരുണ്ടാവാം. പക്ഷെ അവരുടെ ഒരു അർത്ഥവാക്യം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരു ഇതുണ്ടാക്കാം, കോടീശ്വരനാകാം, BMW കാറ് മേടിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ മനസ്സ് മാറ്റി വീട്ടമ്മമാര് വരെ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കൺവിൻസിങ് അത്രത്തോളം ആയി ഇതിന്റെ അണിയറിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവര്. അത്രയും കൺവിൻസിങ് ആണ്. നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് മുമ്പ് ഏതൊരു കമ്പനി, ഓറിയന്റൽ അങ്ങനെ എന്തോ സംതിങ് കമ്പനി, അവിടെ വന്നിട്ട് ഇതേപോലെ മെഡിസിൻ കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് നിങ്ങൾ ഇത്ര രൂപ കൊടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടും. ആ മെമ്പർഷിപ്പ് വെച്ചിട്ട് നിങ്ങൾ വേറൊരാളെ ചേർത്തി കഴിഞ്ഞ് ഇതേ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റേതായ സാധനങ്ങളുടെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അവർ ഓരോരുത്തരുടെ ചേർത്തുന്നതിനനുസരിച്ച് അങ്ങനെയുള്ള കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് രാത്രി വരെ ക്ലാസ് എടുത്തിട്ട് പോയത് എനിക്കറിയാം. പേഴ്സണലി എന്റെ അടുത്തും വന്നിട്ടുണ്ട് ഇങ്ങനെ ചേരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്ന് അങ്ങനെ കുറെ പൊളിഞ്ഞതുണ്ട്. ഇപ്പോഴും കറക്റ്റ് ഒരു ലെവലിൽ ഇങ്ങനെ പോകണം. ഈ പിജി കാട്ട് പറഞ്ഞുള്ള നമ്മുടെ ബോബി ചമ്മണ്ണൂരിന്റെ MD ആയിട്ട് നിൽക്കുന്ന ആ പിജി കാട്ട്, പിന്നെ ഹൈറിച്ച്, ഓറിയന്റൽ, അങ്ങനെയുള്ള കുറെ ഇതേപോലെയുള്ള മണി ചെയിൻ പരിപാടികളുണ്ട് ഇപ്പൊ നിലവിൽ, ഇങ്ങനെ ഓരോരോ ശൃംഖല. അതിലിപ്പോ ഹൈറിച്ച് എന്ന് പറഞ്ഞ ആ ഒരു ഓൺലൈൻ ഷോപ്പി എന്ന് വെച്ചാൽ നമുക്ക് വീട്ടു സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തെത്തും എന്ന് വെച്ചാൽ നമ്മുടെ ഈ പലചരക്ക് സാധനങ്ങളെല്ലാം സുതാര്യമായ രീതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്തെത്തുന്നുള്ള ലെവലിൽ തുടങ്ങിയ ഒരു കോൺസെപ്റ്റിൽ തുടങ്ങിയ ആ ഒരു ഇത് തന്നെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ആ ഒരു മണി ചെയിൻ എന്നുള്ള ലെവലിൽ. അതിപ്പോ OTT ഒക്കെ ആക്കിയിട്ട് HOTT ഒക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ഇപ്പോ നിലവിലെ ആൾക്കാർ ഇഷ്ടം പോലെ, അതിന്റെ പേഴ്സണലായിട്ട് അറിയുന്ന കുറച്ച് പേര് നിലവിൽ അതിലിപ്പോ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത പരിചയമുള്ളവരും ആ ഒരു ശൃംഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെന്നെ സമീപിച്ചതുമാണ്. ഇങ്ങനെ ചേരുവോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് ഇത്ര രൂപ കൊടുത്തിട്ട് നമുക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മളെ അതിൽ ചേർത്തും. പിന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് കൊണ്ട് നമ്മൾ ഒരാളിനെ ചേർത്തണം. അവരിന്റെ ലെഫ്റ്റ് റൈറ്റ് ഓരോരുത്തർ ഇങ്ങനെ ഓരോ ചെയിനാണല്ലോ. ഇപ്പൊ ഞാൻ വേറെ രണ്ടുപേരെ ചേർത്തി, അവരിനെ ചേർത്തി, ഇങ്ങനെ ചേർത്തി പോണ സമയത്ത് ഞാൻ ആരെ ചേർത്തി വിട്ടോ അവരാരെ ചേർത്തി വിട്ടോ ഇതിന്റെയൊക്കെ കമ്മീഷൻ എനിക്ക് വരും. എന്നെ ചേർത്ത ഒരാൾക്ക് വേറെ കമ്മീഷൻ പോകും. ഇതിന്റെ എല്ലാ കമ്മീഷനും പൊക്കോണ്ടിരിക്കുന്ന മേലെ ഇരിക്കുന്ന ഒരു ഹെഡിന്റെ അടുത്താണ്. ഇപ്പൊ വൻ രീതിയിൽ വൻ ആക്ഷേപവും ഇതും കാര്യങ്ങളും വന്നിരിക്കുകയാണ്. ഈ ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു മണി ചെയിൻ പരിപാടി 1630 കോടി രൂപ തട്ടിപ്പ് നടത്തിയതായിട്ട് പോലീസിന്റെ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വരും ദിവസങ്ങളിൽ ഇതിന്റെ കേസന്വേഷണത്തിന് ഭാഗങ്ങൾ എന്താ സത്യാവസ്ഥ എന്താണ്, പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിലവിൽ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും വൻ ആൾക്കാരാണ് ഇതിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചെറുകിട ആൾക്കാരുടെ ID പ്രൂഫുകളൊക്കെ വെച്ച് ഇഷ്ടം പോലെ ഇതിന്റെ ഒരു അക്കൗണ്ടുകളും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹൈറിച്ചിന്റെ ഈ ഒരു മണി ചെയിൻ പരിപാടിയിൽ. അപ്പൊ അതിന്റെ ന്യൂസ് എങ്ങനെയാണ്? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പെന്നാണ് പോലീസ് കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അനശ്വര ട്രേഡേഴ്സിന്റെ ഗ്രോസറി വ്യാപാരത്തിലേക്ക് എന്ന പേരിലാണ് ആദ്യം ഡെപ്പോസിറ്റ് സ്വീകരിച്ചത്. പിന്നീട് ക്രിപ്റ്റോ കറൻസി, OTT തുടങ്ങിയ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പണം ശേഖരിക്കുകയായിരുന്നു. ഉപഭോക്താക്കളുടേതായി 1,63,000 ഐഡികളാണ് ഹൈറിച്ചിനുള്ളത്. ഇതിൽ നിന്നായി 1,630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. ആകാം എന്ന വിലയിരുത്തലാണ്. പക്ഷെ ആണ് എന്നുള്ളത് നമ്മൾ കേസന്വേഷണത്തിലായിരിക്കും ചിലപ്പോൾ അതറിയാം. എന്തായാലും ആ ഒരു എത്ര കോടി രൂപന്റെ ഒരു തട്ടിപ്പ് നടന്നതായിട്ടുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതില് ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള പാവപ്പെട്ട ആൾക്കാരുടെ നിന്ന് പൈസ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേറൊന്നും നിലവിൽ. കാരണം ഇത്രയും പേരിന്റെ അടുത്ത് നിന്ന് എത്ര രൂപ വെച്ചിട്ട് അവിടെ അഡ്മിഷൻ, കറക്റ്റ് എമൗണ്ട് പറഞ്ഞില്ല. എന്റെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ്. കാരണം നിലവിൽ ഞാൻ പേയ്മെന്റ് ഒന്നും ചെയ്യാത്ത കാര്യം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സാധനം ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. കാരണം നമ്മുടെ കുറെ ഫ്രണ്ട്സ് ആരും ഇവരിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടേയിരിക്കും. സ്റ്റാറ്റസ് പ്രൊമോഷനാണ്. അപ്പൊ നമ്മൾ സ്റ്റാറ്റസ് ഇത് എന്താ പരിപാടി എന്ന് പറയുമ്പോൾ അവര് നമ്മുടെ ചോദിക്കും ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയും. ഇതിന്റെയൊക്കെ ഒരു സുതാര്യമായിട്ടുള്ള ഒരു ഉപയോഗവും കാര്യങ്ങളെല്ലാം കൂടിയത് ആ കൊറോണ സമയത്താണ്.
അപ്പോഴാണ് ഈ പിജിക്കാട്ട് പോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഹൈ ലെവലിലോട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയത്. അത് ഓരോരുത്തരും ചേർത്ത് കൊറോണ സമയമല്ലേ, വെറുതെ ഇരിപ്പല്ലേ, ഇങ്ങനെയുള്ള പരിപാടികൾ തന്നെ ചെയ്ത് ആ ഒരു രീതിയിലാണ് ഇങ്ങനെ വന്നത്. അതിൽ നേട്ടം ഉണ്ടായിട്ടുള്ളവരും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. ചെറിയ രീതിയിലുണ്ട്. അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെയാണ്. ഇപ്പൊ ഈ ഐറിച്ച് എന്ന് പറയുന്ന സാധനം നമ്മുടെ അവിടെയുള്ള ഓരോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി സാധനം മേടിച്ച് ഓട്ടോമിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു, മെമ്പർഷിപ്പ് കിട്ടി, തെരുവ് കൊടുത്തിട്ട് നമുക്ക് സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓരോരുത്തരും ചേർത്തി പോകണം. ഈ ക്രിപ്റ്റോ കറൻസി, HROTT ഇതിലൂടെയൊക്കെയാണ് ഈ പണനിക്ഷേപവും കാര്യങ്ങളെല്ലാം നിലവിൽ നടക്കുന്നതെന്നാണ് ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് കണ്ടെത്തല്. ഇതുവരെ അതിന്റെ അധികൃതർ ഒന്നും തന്നെ ഇത് സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടാരും നിലവില് വെളിയിൽ വന്നിട്ടില്ല എന്നുള്ളതും മറ്റൊരു പരമസത്യമാണ്. വരും ദിവസങ്ങളിൽ നമ്മളത് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്രയും കോടി രൂപന്റെ ഒരു ഇത് നടക്കുമ്പോൾ, അതും ഇത്രയും ഒരു പ്രമുഖമായ ഒരു കമ്പനി, ഐറിച്ച് പോലെയുള്ള ഒരു കേരളം ഒട്ടനവധി ആൾക്കാർ അറിയുന്ന അല്ലെങ്കിൽ അതിൽ മെമ്പർഷിപ്പുള്ള ആൾക്കാരുള്ള ആ ഒരു സ്ഥാപനത്തിൽ ഇത്രയും കോടി രൂപയുടെ അഴിമതി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ, എന്തായാലും അതിന്റെ അധികൃതർ ഇതിന്റേതായ രീതിയിൽ വന്നിട്ട് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ തരണം എന്നാണ് പറയുന്നത്. അതായത് എക്സ്പ്ലനേഷൻ തന്നില്ല, അതില്ല സത്യമാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലുള്ള കേസ് അന്വേഷണത്തിൽ കറക്റ്റായിട്ട് ഇതിന്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം കൊണ്ട് അവർ വരും. ഇതിപ്പോ ഏകദേശം ഒരു തീരുമാനമാക്കേണ്ട തരത്തിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. തൃശൂർ ചേർപ്പ് സ്വദേശി KD പ്രതാപാണ് ഹൈറിച്ചിന്റെ MD. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് കേരളത്തിലാകെ 78 ശാഖകളും ഇന്ത്യയിലാകെ 680 ശാഖകളുമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട്. ക്രിപ്റ്റോ കറൻസി വ്യാപാരം 80 വിദേശ രാജ്യങ്ങളിൽ നടത്തുന്നുണ്ട്. 12 ലക്ഷം പേരാണ് ഹൈറിച്ചിന്റെ OTTയിലുള്ളത്. നിരവധി സാങ്കേതിക കാര്യങ്ങളുള്ളതിനാൽ സാങ്കേതിക സഹായവും അന്വേഷണത്തിന് കൂടുതൽ സമയവും വേണമെന്ന് ചേർപ്പ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുന്നതാകും നല്ലതെന്ന സൂചനയും പോലീസ് റിപ്പോർട്ടിലുണ്ട്. തട്ടിയെടുത്ത പണം സംബന്ധിച്ചുള്ള പോലീസിന്റെ നിഗമനം ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിൽ കുറവായാലും കൂടുതലായാലും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിലൊന്നാണ് ഹൈറിച്ച് എന്നതിൽ സംശയമില്ല. ഇതിൽ തുടരന്വേഷണം എങ്ങനെ സാധ്യമാകും? തട്ടിയെടുത്ത പണം എങ്ങനെ തിരികെ പിടിക്കാൻ കഴിയും? ഇതാണ് ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം. നിങ്ങൾ ഈ പൈസ കിട്ടും അല്ലെങ്കിൽ വലിയ കോടിപതി ആകാന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് എളുപ്പ പരിപാടി ദയവ് ചെയ്ത് നോക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കുറെ സ്കാമുകൾ, ഇത് സ്കാമാണെന്നല്ല, ഇതിപ്പോ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ തട്ടിപ്പ് നടന്നാലേ ഈ സാധനം ഇങ്ങനെയുള്ള ഫ്രോഡാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാവരും മൊബൈലിൽ വിരൽത്തുമ്പിൽ കിട്ടുന്നുമുണ്ട്. എന്നിട്ടും ആൾക്കാർ ഇതിലോട്ട് പോയി ചാടുകയാണ്. എന്തോ വലിയ ഇത് കൊണ്ടുവരാം എന്നുള്ളൂ, ഇങ്ങനെ അടിയോടെ വാരി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം പോണത് ഒരാളുടെ അടുത്തേക്കാണെന്നുള്ള കാര്യത്തിലൊരു ബോധം ഉണ്ടായാൽ അത്രയും നല്ലത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പരിപാടികളിൽ പോയി അവസാനം ചാടിക്കൊടുത്ത് ആത്മഹത്യന്റെ വരെ അടുത്തെത്തിയിട്ട് വരുന്ന ആൾക്കാരിനെയൊക്കെ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഇത് പറയുന്നത്, ദയവേത് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളിൽ പോയി മണി ചെയിനുള്ള പരിപാടികളിൽ പോയി പെടാണ്ടിരിക്കുക. കാരണം ഇതൊന്നും ലീഗലാണ്. എപ്പോ കമ്പനി പൂട്ടും ഇതൊന്നും അറിയില്ല. കാരണം ഒരു പൈസ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ ഈ ഇതുപോലെ ട്രേഡ് ചെയ്യുന്ന പോലെയുള്ളൊരു പരിപാടി ആണെങ്കിൽ കൂടി ഇതിപ്പോ നിലവിൽ അത് എത്രത്തോളം ഉറപ്പുണ്ട് എന്നുള്ള പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിപ്പോ കമ്മീഷൻ ബേസിലാണ് ഇപ്പൊ എല്ലാ ഐറിച്ചിന്റെയും മറ്റേ വിജിക്കാർഡിന്റെ എല്ലാ പരിപാടികളെല്ലാം പോകുന്നത്. ഒരാളെ ചേർത്തിട്ട് അവര് പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇത്ര % കമ്മീഷൻ എന്നുള്ള ലെവലില് അതിങ്ങനെ മേടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് ഒരു തലപ്പത്തുള്ള ആൾ ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഇത് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നതൊക്കെ അയാളുടെ ആണല്ലോ. അത് പോയി കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല. കയ്യിലുള്ള പൈസയും കൂടി പോകുന്നേ ഉള്ളൂ, അല്ലാതെ വേറൊരു ഗുണം എന്ന് പറഞ്ഞതില്ല. എന്തായാലും സാധാരണക്കാരന്റെ റിപ്പോർട്ട് മൊത്തമായിട്ട് വന്നില്ല. ഇപ്പൊ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് വൻതോതിലുള്ള പൈസ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല വൻ കുത്തകകൾക്ക് പിന്നെ ഈ എന്താ പറയാ, കോടികളുള്ളവർക്ക് 10 ലക്ഷം 15 ലക്ഷം അല്ലെങ്കിൽ 1 കോടി പോയാലും വലിയ വിഷയമുള്ള കേസൊന്നും അല്ല. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതുകൊണ്ട് മലയാളികളായ പ്രബുദ്ധ ജനങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഓരോരോ സ്കാം പോലെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഓടിച്ചെന്ന് അതിൽ പോയി തലയിടണ്ട. നിങ്ങൾ ഒരു നിമിഷം കൊണ്ടൊന്നും കോടീശ്വരന്മാരാവില്ല. പിന്നെ ഇതിനൊക്കെ വെറുതെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയില്ല. ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കാതെ ഒന്നും പറയില്ല. അതിനെല്ലാം ഇരയാക്കുന്ന സാധാരണക്കാരനെ പോലെയുള്ളവരിനെയാണ്. അതുകൊണ്ട് ദയവേത് ഇനിയെങ്കിലും സൂക്ഷിച്ച് ഒരു കാര്യങ്ങളെല്ലാം കണ്ട് കേട്ട് പെരുമാറുക.